പാഠം 10 ഓണം പൊന്നോണം. പണ്ട് മഹാബലി എന്നൊരു ചക്രവർത്തി നമ്മുടെ നാട് ഭരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നാട്ടിൽ കള്ളവും ചതിയും ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ നല്ല ഭരണം കണ്ട് അസൂയാലുക്കളായ ദേവന്മാർ ദേവലോകവും മഹാബലി പിടിച്ചടക്കുമോ എന്ന് ഭയന്നു. അവർ മഹാവിഷ്ണുവിനെ കണ്ട് വിവരം ധരിപ്പിച്ചു. മഹാവിഷ്ണു വാമനനായി ഭൂമിയിൽ അവതരിച്ചു. വാമനൻ മഹാബലിയോട് തനിക്ക് തപസ് ചെയ്യാൻ 3 അടി മണ്ണ് വേണമെന്ന് യാചിച്ചു. ദാനശീലനായ മഹാബലി ഇഷ്ടമുള്ള സ്ഥലം അളന്നെടുത്തുകൊള്ളാൻ വാമനനെ അനുവദിച്ചു. വാമനൻ അപ്പോൾ ആകാശത്തോളം വളർന്നു. ഭൂമിയും സ്വർഗവും 2 അടി കൊണ്ട് അളന്നെടുത്തു. 3-ാമത്തെ അടി വയ്ക്കാൻ സ്ഥലം എവിടെയാണെന്ന് മഹാബലിയോട് ചോദിച്ചു. പറഞ്ഞ വാക്കിന് വില കൽപ്പിച്ച മഹാബലി തന്റെ ശിരസ് കുനിച്ചു കൊടുത്തു. വാമനൻ മഹാബലിയുടെ ശിരസിൽ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി. അതിനു മുമ്പിലായി മഹാബലിയുടെ ആഗ്രഹപ്രകാരം വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാൻ വാമനൻ അനുവാദം നൽകി. അന്നു മുതൽ എല്ലാ വർഷവും ചിങ്ങത്തിലെ തിരുവോണ ദിവസം മഹാബലി നാട് കാണാൻ വരുമെന്നാണ് സങ്കല്പം. മഹാബലിയെ സ്വീകരിക്കാൻ നാടും നാട്ടുകാരും അണിഞ്ഞൊരുങ്ങും. ഈ ദിവസം കേരളീയർ ഓണമായി ആഘോഷിക്കുന്നു. വിളവെടുപ്പിന്റെ ഉത്സവമാണ് ഓണം. ഒത്തൊരുമയുടെ ആഘോഷമാണ് ഓണം. കേരളീയരുടെ ദേശീയോത്സവമാണ് ഓണം.